Hello everyone. ഇന്നത്തെ വീഡിയോ ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ ആയിരിക്കും. ഡൈനാമിക് മെമ്മറി അലൊക്കേഷൻ എന്താന്ന് നോക്കാം. സോ മെമ്മറി അലൊക്കേഷൻ എന്ന് പറയുന്ന നമ്മൾ പ്രോഗ്രാമിലെ സ്റ്റാർട്ടിങ്ങിൽ ഒരു വേരിയബിളിന് മെമ്മറി കൊടുക്കണമെന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം മെമ്മറിയാണ്. അതായത് സ്റ്റാറ്റിക് ആയിട്ട് ഫിക്സഡ് മെമ്മറി നമ്മൾ കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പോൾ മെയിൻ ഫംഗ്ഷനിൽ വന്നിട്ട് നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണോ, അതിനെ നമ്മൾ യൂസറിൻ്റെ ഇൻപുട്ട് വാങ്ങിയിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇൻറ്റ് എ എന്ന് പറഞ്ഞ് കൊടുക്കുമല്ലോ. സോ ദാറ്റ് ഈസ് മെമ്മറി അലൊക്കേഷൻ. അതിന് എത്ര മെമ്മറി വേണമെന്നുള്ളത് ഇൻറ്റീജറിന്റെ മെമ്മറി സൈസ് എത്രയോ അത്രയും അലൊക്കേറ്റ് ആകും. സോ ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ. ഇപ്പോൾ മെമ്മറി വന്നിട്ട് നമ്മൾ എത്രയെന്ന് നമുക്ക് ഫിക്സഡ് ആയിട്ട് അറിയില്ല. ഇപ്പോൾ ഒരു അറേ വാങ്ങണോ, അതിൽ എത്ര എലിമെന്റ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയില്ല എന്ന് വെച്ചാൽ നമുക്ക് ഡൈനമിക് ആയിട്ട് വാങ്ങാം. അതായത് റൺ ടൈമിൽ നമ്മൾ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കണോ അത്രയും ഇൻപുട്ടിനും വന്നിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ സ്റ്റാറ്റിക് ആയിട്ട് ഫിക്സഡ് ആയിട്ട് മെമ്മറി വെക്കാതെ റൺ ടൈമിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നമ്മൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്താൽ ദാറ്റ് ഇസ് ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ. ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ നമുക്ക് എപ്പോൾ യൂസ് ആയിരിക്കും എന്ന് വെച്ചാൽ അറേ പിന്നെ ഡേറ്റ സ്ട്രക്ചേഴ്സിൽ ലിങ്ക് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ആ ടോപ്പിക്സിലൊക്കെ ആ കോൺസെപ്റ്റ്സിലൊക്കെ നമ്മൾ വന്നിട്ട് ഡൈനമിക് മെമ്മറി അലൊക്കേഷൻ യൂസ് ചെയ്യും. കാരണം ഇറ്റ് വിൽ ബി മോർ ഈസി. കാരണം ഇപ്പോൾ ലിങ്ക് ലിസ്റ്റ് ഒക്കെ എടുത്താൽ സൈസ് എത്ര എന്നുള്ളത് നമുക്ക് അറിയില്ല. വലിയ ലിങ്ക് ലിസ്റ്റ് ആയിരിക്കും, അതിന്റെ സൈസ് വന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അലൊക്കേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഡൈനമിക് ആയിട്ട് അലൊക്കേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി മോർ യൂസ്ഫുൾ. ഇപ്പോൾ അറേസിൽ നോക്കിയാൽ നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷൻ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ സപ്പോസ് എനിക്ക് ഒരു 2 എക്സ്ട്രാ എലിമെന്റ് ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ അത് ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്റ്റാറ്റിക് മെമ്മറി അലൊക്കേഷനിൽ. ബട്ട് ഡൈനമിക് മെമ്മറി അലൊക്കേഷനിൽ വി ക്യാൻ ഡു ദാറ്റ്. എത്ര മെമ്മറി വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്തിട്ട് അതിനെ അലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ 4 ടൈപ്സ് ഉണ്ട്, 4 ഫംഗ്ഷൻസ് ഉണ്ട് ഈ മെമ്മറി അലൊക്കേഷൻ, ഡൈനമിക് മെമ്മറി അലൊക്കേഷനിൽ മെയിൻ ആയിട്ട്. സോ ഈ 4 ഫംഗ്ഷനും stdlib.h പറഞ്ഞ ഹെഡർ ഫയലിലായിരിക്കും സ്റ്റോർ ആയിട്ടുണ്ടാവുക. അതിന്റെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് stdlib.h. സോ നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. സോ ഏതൊക്കെ ഫംഗ്ഷൻ ആണെന്ന് നോക്കിയാൽ malloc, calloc, realloc, free. ഓക്കെ, malloc-ഉം calloc-ഉം ക്വൈറ്റ് സിമിലർ ആണ്. അതായത് 2 വിധത്തിൽ നമ്മൾ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുന്നു. അതെന്താന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ നോക്കാം. സോ malloc-ഉം calloc-ഉം മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ. റീഅലൊക്കേറ്റ് മെമ്മറി പറയുമ്പോൾ അതായത് ഒരു മെമ്മറി നമുക്ക് പറ്റിയില്ല, അതിന് കുറച്ചുകൂടി സൈസ് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ realloc പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഫ്രീ എന്ന് പറഞ്ഞാൽ മെമ്മറിനെ ഫ്രീ ചെയ്ത് വിടുക. സോ അതിന് ഫ്രീ. സോ ഈ 4 ഫംഗ്ഷൻ ഉണ്ടാവും. 2 എണ്ണം അലൊക്കേറ്റ് ചെയ്യാൻ, ഒന്ന് റീഅലൊക്കേറ്റ് ചെയ്യണം, ഒന്ന് ഫ്രീ ചെയ്യണം. സോ malloc എന്താന്ന് വെച്ചാൽ അലൊക്കേറ്റ്സ് സിംഗിൾ ബ്ലോക്ക് ഓഫ് റിക്വസ്റ്റഡ് മെമ്മറി. ഓക്കെ, സോ malloc എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു ബ്ലോക്ക് ഓഫ് മെമ്മറി നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അലൊക്കേറ്റ് ചെയ്ത് തരും. മോർ ദാൻ 1 ബ്ലോക്ക് മെമ്മറി നമ്മൾ ചോദിച്ചു എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 1 അറ്റ് എ ടൈമേ malloc ചെയ്യുള്ളൂ. ഓക്കെ, ഇത് വന്നിട്ട് മെമ്മറി ഇനീഷ്യലൈസ് ചെയ്യില്ല എക്സിക്യൂഷൻ ടൈമിൽ. സോ സ്റ്റാർട്ടിങ്ങിൽ മെമ്മറി അലൊക്കേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ വന്നിട്ട് ഗാർബേജ് വാല്യൂ ആയിരിക്കും കൊടുക്കുക. സോ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന് വന്നിട്ട് സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുള്ളൂ, പിന്നെ വന്നിട്ട് മെമ്മറി ഇനീഷ്യലൈസ് ചെയ്യില്ല, സോ ഇറ്റ് വിൽ ബി എൻ ഗാർബേജ് വാല്യൂ സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, ഇപ്പോൾ calloc എന്താന്ന് വെച്ചാൽ സെയിം തിങ്, മെമ്മറി അലൊക്കേറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ മൾട്ടിപ്പിൾ ബ്ലോക്സിന് മെമ്മറി അലൊക്കേറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ മോർ ദാൻ 1 ബ്ലോക്ക് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അത് അലൊക്കേറ്റ് ചെയ്യും. ഇത് വന്നിട്ട് ഇതിന് ഇനി വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യും. എന്ത് വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്യും. സോ malloc വന്നിട്ട് അലൊക്കേറ്റ്സ് സിംഗിൾ ബ്ലോക്ക് ഓഫ് മെമ്മറി, calloc ആണെങ്കിൽ മൾട്ടിപ്പിൾ ബ്ലോക്സ് ഓഫ് മെമ്മറി അലൊക്കേറ്റ് ചെയ്യും. ഇതേ malloc-ൽ വന്നിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഒരു വാല്യൂം ഇനീഷ്യലൈസ് ചെയ്യില്ല. സോ അതിൽ ഓൾറെഡി ഇനീഷ്യലി അതിൽ വന്നിട്ട് ഗാർബേജ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. calloc-ൽ വന്നിട്ട് ഇനീഷ്യലൈസ് ചെയ്യും, 0 കൊണ്ട് ഇനീഷ്യലൈസ് ചെയ്യും, 0 ആയിരിക്കും ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, realloc എന്താന്ന് വെച്ചാൽ ഇപ്പോൾ malloc-ഉം calloc ആണല്ലോ മെമ്മറി അലൊക്കേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. സോ ഇതിൽ അലൊക്കേറ്റ് ചെയ്ത മെമ്മറി നമുക്ക് തികഞ്ഞില്ല, നമുക്ക് കുറച്ചുകൂടി മെമ്മറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീഅലൊക്കേറ്റ് ചെയ്യാം. ഇതിൽ കമ്മി ആക്കണം എന്നുണ്ടെങ്കിൽ റീഅലൊക്കേറ്റ് ചെയ്യാം. ഒരു മെമ്മറിനെ പുതിയതായിട്ട് നമ്മൾ റീഅലൊക്കേറ്റ് ചെയ്യാൻ പോകണം, അതുകൊണ്ട് അത് realloc ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇപ്പോൾ പുതിയ സൈസ്, അത് ചെറിയ സൈസ് ആണെങ്കിലും വലിയ സൈസ് ആണെങ്കിലും പുതിയതായിട്ട് നമ്മൾ റീഅലൊക്കേറ്റ് ചെയ്യുമ്പോൾ പുതിയ സൈസ് കൊടുക്കുമല്ലോ. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് realloc. ഫ്രീ ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ malloc-ഉം calloc-ഉം വന്നിട്ട് മെമ്മറി അലൊക്കേറ്റ് ചെയ്യും. ഇതിനെ വന്നിട്ട് നമ്മൾ ഫ്രീ ചെയ്യണം. അതായത് ഈ മെമ്മറി നമ്മുടെ യൂസ് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അതിനെ ഫ്രീ ചെയ്ത് വിടാം. മെമ്മറി വന്നിട്ട് ഇനി ഈ പ്രോഗ്രാമിന് വേണ്ട, അല്ലെങ്കിൽ ഈ വേരിയബിൾസിന് വേണ്ട എന്നുള്ളത് വന്നിട്ട് നമ്മൾ ചെയ്യണമല്ലോ. സോ അതിന് ജസ്റ്റ് ഫ്രീ ഫംഗ്ഷൻ കൊടുത്താൽ മതി.
ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രീ ഓഫ് പാരാന്തസിന്റെ ഉള്ളിൽ വന്നിട്ട് ഏത് വേരിയബിൾ ആണോ അല്ലെങ്കിൽ ഏത് അറേ ഒരു ലിങ്ക് ലിസ്റ്റ് ആണെങ്കിൽ ജസ്റ്റ് അത് കൊടുത്താൽ ആ മെമ്മറി ഫ്രീ ആയിക്കോളും. ഇപ്പോൾ സപ്പോസ് എന്തിനാണ് നമ്മളിവിടെ മെയിൻ ആയിട്ട് ഫ്രീ ഫംഗ്ഷൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ് വിൽ കൺസ്യൂം മെമ്മറി അൺടിൽ പ്രോഗ്രാം എക്സിറ്റ്. സോ മോർ മെമ്മറി യൂസേജ് ഉണ്ടാകും. ഇപ്പോൾ ഒരു വലിയ പ്രോഗ്രാം എഴുതണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പ്രോഗ്രാം എന്ന് വന്നിട്ട് ഇത് പ്രശ്നമല്ല, നമ്മൾ അങ്ങനെ കൺസിഡർ ചെയ്യേണ്ട. വലിയ പ്രോഗ്രാം എഴുതണമെന്ന് വെക്കുമ്പോൾ നിറയെ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാനുണ്ടാകും. സോ ആ ഓരോ ഫംഗ്ഷൻ പെർഫോം ചെയ്യുമ്പോഴും നമുക്ക് മെമ്മറി എക്സ്ട്രാ ആഡ് ആയിക്കൊണ്ടേയിരിക്കും. സോ നമ്മൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ഒരു ലിങ്ക് ലിസ്റ്റിന്റെയോ ഒരു വേരിയബിളിന്റെയോ അത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ ഇനി അതിനെ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ഫ്രീ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പൊ എന്താവും, ആ മെമ്മറി വന്നിട്ട് തിരിച്ച് സിസ്റ്റമിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇതിന്റെ പ്രോഗ്രാംസ് നമ്മൾ നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിനൊരു ഹെഡർ ഫയൽ യൂസ് ചെയ്യണം, stdlib.h പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ലൈബ്രറി. സോ #include stdlib.h. ഓക്കെ, ഇപ്പൊ നമ്മൾ വന്നിട്ട് ഇതിൽ പോയിന്റർ കോൺസെപ്റ്റ്സും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. സോ ഫസ്റ്റ് ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ ഇവിടെ എന്ത് പ്രോഗ്രാം നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ സം ഓഫ് എലിമെന്റ്സ് ഇൻ ആൻ അറേ പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് നമുക്ക് എന്തൊക്കെ വേരിയബിൾസ് വേണം എന്ന് വെച്ചാൽ ഐ വേരിയബിൾ ലൂപ്പിന് യൂസ് ചെയ്യും. പിന്നെ സം കണ്ടുപിടിക്കാൻ നമ്മൾ സം യൂസ് ചെയ്യും. സോ അത് ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യലൈസ് ചെയ്ത് വെക്കാം. പിന്നെ n വന്നിട്ട് അറേന്റെ സൈസ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോ പോയിന്റർ വേണം, അത് എന്തിനെന്ന് പറയാം. സോ ഒരു പോയിന്റർ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കാം. സോ $ptr. ഓക്കെ, ഇപ്പോ n വാങ്ങാം, എൻറ്റർ ദി നമ്പർ ഓഫ് എലിമെന്റ്സ്. എൻറ്റർ ദി നമ്പർ ഓഫ് എലിമെന്റ്സ്, അറേ എലിമെന്റ്സ് എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മൾ n വാങ്ങാം. scanf %d, %n. ഓക്കെ, ഇപ്പോൾ നമ്മൾ ptr പറഞ്ഞ പോയിന്റർ നമ്മൾ മെമ്മറി അലക്കേറ്റ് ചെയ്യണം. ഡൈനമിക്കലി നമ്മൾ മെമ്മറി അലക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ptr എന്തിന് യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ ഒരു അറേയിലുള്ള ഒരു ഇൻഡെക്സിനെ പോയിന്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യും ptr. malloc-ന്റെ സിന്റാക്സ് എന്താന്ന് വെച്ചാൽ നമ്പർ ഇൻടു സൈസ് ഓഫ് ഇന്റ്. ഓക്കെ, അപ്പോ നമ്പർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എലിമെന്റ്സ്, നമ്മളിപ്പോ n അല്ലേ ഇവിടുത്തെ നമ്പർ ഓഫ് എലിമെന്റ്സ്, ദാറ്റ് ഇൻടു സൈസ് ഓഫ് ഇന്റീജർ. ഓക്കെ, സോ ഇവിടെ ptr is equal to സ്റ്റാർട്ടിങ്ങിൽ എന്ത് ടൈപ്പ് ആണ് ഇന്റ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യണം. സോ ഇറ്റ് ഇസ് എ പോയിന്റർ ഇന്റീജർ. പിന്നെ malloc ഓഫ്, ഇപ്പോൾ അതിന്റെ ഇത് എന്താന്ന് വെച്ചാൽ ഉള്ളിലെ പാരാമീറ്റർ എന്താന്ന് വെച്ചാൽ n ഇൻടു സൈസ് ഓഫ് ഇന്റ്, കാരണം നമ്മളിവിടെ ഇന്റീജർ ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം malloc യൂസ് ചെയ്ത് നമ്മൾ ptr മെമ്മറി അലക്കേറ്റ് ചെയ്തു. ഇപ്പോൾ ഇഫ് ptr ഈക്വൽ ടു നൾ വന്നിട്ട് നമ്മൾ ക്യാപ്സിൽ കൊടുക്കണം സി പ്രോഗ്രാമിൽ. സോ ഇഫ് ptr ഈക്വൽ ടു നൾ ആണെങ്കിൽ, ptr ഒരു വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് മെമ്മറി അലക്കേറ്റ് ചെയ്യാൻ പറ്റുക. സോ printf മെമ്മറി cannot be allocated. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ എക്സിറ്റ് കൊടുക്കാം, അതായത് പ്രോഗ്രാം എൻഡ് ആകണ പോലെ, ഇവിടുന്ന് എക്സിറ്റ് ആകണ പോലെ. ഓക്കെ, ഇപ്പോ അടുത്തത് printf enter array elements. സോ ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ, ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്തിനാന്ന് വെച്ചാൽ ഒരു എക്സിറ്റ് കണ്ടീഷൻ ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. സപ്പോസ് മെമ്മറി അലക്കേറ്റ് ചെയ്യാൻ പറ്റിയ പറഞ്ഞാൽ പ്രോഗ്രാം എൻഡ് ആകണമല്ലോ, സോ അതിനുള്ള എക്സിറ്റ് കണ്ടീഷൻ ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അറേ എലിമെന്റ്സ് എൻട്രി ചെയ്യാൻ നമുക്ക് ഫോർ ലൂപ്പ് വേണം. i is equal to 0, i less than n, i++. എന്നിട്ട് നമ്മൾ അറേ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ സം കണ്ടുപിടിക്കാൻ പോകണം. സോ scanf %d, ptr plus i. ptr plus i എന്തിനാ കൊടുക്കണമെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ ptr വന്നിട്ട് നള്ളിലായിരിക്കും ഉണ്ടാവുക. സോ ഐന്റെ വാല്യൂ എന്താണ്, 0. ഓക്കെ, സോ 0th ഇൻഡെക്സ് പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ അഡ്രസ് ആണ് നമ്മൾ എടുക്കുന്നത്. 4 bytes വന്നിട്ട് നമുക്ക് ഇന്റീജറിന് വേണമല്ലോ. സോ ആ 4 bytes വന്നിട്ട് നമ്മൾ ഈ ഇന്റീജറിന് യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ സം കണ്ടുപിടിക്കുമ്പോൾ സം പ്ലസ് ഈക്വൽ ടു വാല്യൂ, അതായത് വാല്യൂ ഓഫ് ptr plus i, ആ അഡ്രസ്സിൽ സ്റ്റോർ ചെയ്ത വാല്യൂനെ
നമ്മൾ സമ്മിനെ യൂസ് ചെയ്യും. ഇവിടെ വന്നിട്ട് സം പ്ലസ് ഈക്വൽ ടു ആണ്. സോ സം പ്ലസ് ഈക്വൽ ടു വാല്യൂ അറ്റ് PTR പ്ലസ് ഐ, അഡ്രസ്സിലുള്ള വാല്യൂ എന്താണെന്നുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ സം കണ്ടുപിടിക്കും. എന്നിട്ട് ലാസ്റ്റ് പ്രിന്റ് ചെയ്യാം. പ്രിന്റ് എഫ് പെർസെൻറ്റേജ് d is the sum, comma sum. ഓക്കെ, എന്നിട്ട് നമുക്കിപ്പോൾ ഈ പോയിന്ററിന്റെ നമ്മുടെ യൂസ് കഴിഞ്ഞല്ലോ. സോ ഇതിനെ നമ്മൾ ഫ്രീ ചെയ്ത് വിടാം. സോ ഇവിടെ ഫ്രീ ഓഫ് PTR എന്ന് കൊടുത്താൽ ആ PTRന് നമ്മൾ അലക്കേറ്റ് ചെയ്ത മെമ്മറി ഫ്രീ ആക്കി. ഇനി നമ്മൾ അതിന് ആ മെമ്മറി നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ദാറ്റ് ഈസ് ഗിവൻ ബാക്ക് ടു ദ സിസ്റ്റം. ഓക്കെ, സോ ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻ യൂസ് ചെയ്തു, എംഎലോക്ക് ആൻഡ് ഫ്രീ. എംഎലോക്ക് വന്നിട്ട് PTR പറഞ്ഞ പോയിന്റർ വേരിയബിളിൽ നമ്മൾ മെമ്മറി അലക്കേറ്റ് ചെയ്യാനും, ഫ്രീ വന്നിട്ട് ആ മെമ്മറിനെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു കൊടുക്കാനും നമ്മൾ യൂസ് ചെയ്തു. ഇപ്പം ഇത് റൺ ചെയ്ത് നോക്കാം. സോ നമ്പർ ഓഫ് എലിമെന്റ്സ് വന്നിട്ട് 4, അറേ എലിമെന്റ്സ് വന്നിട്ട് 10, 20, 30 ആൻഡ് 40. സോ 100 ഇസ് ദ സം. അത് പ്രിന്റ് ആയി. സോ അടുത്തത് CAlloc വന്നിട്ട് നമ്മൾ ഇതേ പ്രോഗ്രാമിൽ എങ്ങനെ CAlloc യൂസ് ചെയ്യാൻ നോക്കാം. സോ അഗൈൻ ഇതൊക്കെ സെയിം ആണ്, ഇൻറ്റീജർ ഡേറ്റ ടൈപ്പ്. MLOCന് പകരം നമ്മൾ CAlloc ഫംഗ്ഷൻ യൂസ് ചെയ്യും. സോ അതാണ് മെയിൻ ഡിഫറൻസ്. പക്ഷെ CAllocന്റെ സിൻടാക്സ് മാറും. അതെങ്ങനെ നോക്കാം. CAllocൽ വന്നിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ല സൈസിന്റെ കൂടെ, കാരണം ഇവിടെ മൾട്ടിപ്പിൾ ബ്ലോക്സ് നമ്മൾ അലക്കേറ്റ് ചെയ്യുമല്ലോ CAllocൽ. സോ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് എത്ര വേണമെന്നുള്ളത് കണ്ടുപിടിക്കാതെ ഓരോ പ്രാവശ്യവും നമ്മൾ വന്നിട്ട് നിറയെ ബ്ലോക്സ് യൂസ് ചെയ്യുമ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യാതെ സൈസിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത ടോട്ടൽ മെമ്മറി എത്രയെന്ന് കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് ആയിട്ട് എത്ര നമ്പറും ഏത് ഡേറ്റ ടൈപ്പോ അതിന്റെ സൈസും നമ്മൾ കൊടുക്കും. സോ ഇവിടെ വന്നിട്ട് n പറഞ്ഞ സൈസ് ഓഫ് ദി അറേ, അപ്പോൾ n, സൈസ് ഓഫ് ഇൻറ്റ് അത്രയും കൊടുത്താൽ മതി. സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് MLOCനും CAlloc-നും. MLOCൽ വന്നിട്ട് നമുക്ക് ഒരു ബ്ലോക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അലക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ CAlloc വന്നിട്ട് മൾട്ടിപ്പിൾ ബ്ലോക്സ് അലക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ 4 എലിമെന്റ്സ് കൊടുത്തിട്ട് 10, 20, 30 ആൻഡ് 40 കൊടുത്താൽ 100 is the sum. So again അത് കറക്റ്റ് ആയിട്ട് മെമ്മറി അലക്കേറ്റ് ആകും. So that's it for this video. Thank you.